ട്രംപിൻ്റെ പുതിയ പ്രസ്താവനയിൽ കൗതുകം നിറഞ്ഞ ഒരു വാർത്തയുണ്ട്. അമേരിക്കയിലെ കുടിയേറ്റക്കാർ പല തരക്കാരാണ്, വിചിത്ര സ്വഭാവികളാണ് എന്നൊക്കെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സോമാലിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി വന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ സ്വന്തം സഹോദരനെ കല്യാണം കഴിച്ചിട്ടാണ് അവിടെ അഭയം തേടിയത്, അല്ലെങ്കിൽ അവിടെ പൗരത്വം നേടിയത് എന്ന ഒരു ആരോപണം വന്നിട്ടുണ്ട്. എന്താണ് ഈ പ്രസ്താവനയുടെ ഒരു പശ്ചാത്തലം? അത് ചെറിയ ആളൊന്നും അല്ല, അവര് അവിടെ കോൺഗ്രസ് അംഗമാണ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് അംഗമാണ്, MP ആണ്. അതായത് അവിടെ MP ആയിട്ടുള്ള ആദ്യത്തെ സൊമാലിയൻ വനിത ആണ് ഇൽഹാൻ ഒമർ. അമേരിക്കയിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുകയായിരുന്നു എന്നാണ് ട്രംപിന്റെ ആരോപണം. ഇത് വേറെ പലരും മുമ്പ് ആരോപിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ട്രംപ് പ്രസിഡന്റ് തന്നെ ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ ഗൗരവം വർദ്ധിക്കുന്നു. അപ്പോൾ സൊമാലിയയിൽ ജനിച്ച ഇൽഹാൻ ഒമർ അവരുടെ തന്നെ സഹോദരൻ നേരത്തെ കുടിയേറിയിരുന്നു. ആ സഹോദരനെ വിവാഹം ചെയ്തതായിട്ട് വ്യാജരേഖ ഉണ്ടാക്കി. അപ്പൊ സഹോദരനൊന്നും അതിൽ എഴുതില്ലല്ലോ. ഇവര് വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രേഖ ഉണ്ടാക്കി കുടിയേറുകയാണ്. പക്ഷെ അത് സഹോദരനായിരുന്നു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. അപ്പോ വേഴ്സ്റ്റ് കോൺഗ്രസ് വുമൺ എന്ന് ഇവരെ പറ്റി ട്രംപ് സാധാരണ പോലെ പറയുകയും ചെയ്തു. ഏറ്റവും വൃത്തികെട്ട സ്ത്രീ, ഏറ്റവും വൃത്തികെട്ട MP എന്നും പറഞ്ഞു. ഇവര് മിന്നസോട്ടയിൽ നിന്നുള്ള MP ആണ്. മിനസോട്ട. അപ്പോൾ എന്നിട്ട് ട്രംപ് പറഞ്ഞു ഹിജാബിൽ പൊതിഞ്ഞ്, ഇവരെപ്പോഴും ഹിജാബ് ഇട്ട് ആണ് പടങ്ങളിൽ കാണുക, ഹിജാബിൽ പൊതിഞ്ഞ് സഹോദരനെ വിവാഹം ചെയ്ത് രാജ്യത്തെയും ഭരണഘടനയെയും ആക്ഷേപിച്ച് ഇവിടെ നിലകൊള്ളുകയാണ് ഇൽഹാൻ ഒമർ എന്നും പറഞ്ഞു. അപ്പോൾ എന്നിട്ട് സൊമാലിയയെ പറ്റി പറഞ്ഞു. സൊമാലിയ ഈസ് ഡെക്കേഡന്റ്, ബാക്ക്വേർഡ്, ക്രൈം റിഡൻ നേഷൻ എന്ന് പറഞ്ഞു. സൊമാലിയ ഏറ്റവും ജീർണിച്ച, ഏറ്റവും പിന്നാക്കമായ, കുറ്റവാളികൾ നിറഞ്ഞ രാജ്യമാണ് എന്ന് സൊമാലിയെ മൊത്തത്തിലും ആക്ഷേപിച്ചു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ട്രംപ് പ്രഖ്യാപിച്ചല്ലോ 3ാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡുകൾ പുനരവലോകനം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതിനെ തുടർന്നുള്ള ആരോപണമാണ് ഈ വന്നത് ഇവർക്കെതിരെ. അപ്പോൾ അതില് സൊമാലിയൻ വരും, ആ രാജ്യങ്ങളില് സൊമാലിയൻ വരും. അപ്പൊ ഇവര് 8ാമത്തെ വയസ്സിൽ സൊമാലിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് കുടിയേറിയതായിട്ടാണ് ഇവരുടെ ജീവചരിത്രത്തിലൊക്കെ പറയുന്നത്. ആദ്യം ഇവര് 1995 കെനിയയിലെ അഭയാർത്ഥി ക്യാമ്പില് പോയി. അഭയാർത്ഥി ക്യാമ്പില് 2000 അതായത് 25 കൊല്ലം മുമ്പ് അമേരിക്കൻ പൗരത്വം കിട്ടി. ഇവര് ഡെമോക്രാറ്റാണ്. ഡെമോക്രാറ്റുകളെ മുഴുവൻ പരിഹസിക്കുമല്ലോ ട്രംപ്. ഇന്ത്യ വിരുദ്ധയുമാണ് ഇവര്. കാരണം പാകിസ്ഥാന്റെ കൂടെ ആണ് ഇവരെപ്പോഴും നിലകൊള്ളാറുള്ളത്. 2024 4ാം വട്ടവും ഇവര് കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ 4ാം വട്ടം MP എന്നും പറയാം. ഇനി മറ്റേ സഹോദരനെ വിവാഹം ചെയ്തു എന്നുള്ള ഭാഗം 2002 അഹമ്മദ് അബ്ദിസലാൻ എൽമിയെ ഇവര് നിക്കാഹ് ചെയ്തു എന്നാണ് പറയുന്നത്. 2002 അഹമ്മദ് അബ്ദിസലാൻ എൽമിയെ വിവാഹം ചെയ്തു. 2011 പിരിഞ്ഞു. 2011 പിരിഞ്ഞു എന്ന രേഖകളിൽ പറയുന്നുണ്ടെങ്കിൽ 2012 അയാളിൽ കുഞ്ഞുണ്ടായി. എല്ലാം കുറച്ച് ദുരൂഹതയുണ്ട്. 2017 വിവാഹ മോചനം നേടി. 2018 വീണ്ടും വിവാഹം ചെയ്തു ഈ എൽമിയെ. അപ്പൊ എൽമിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. 2020 വിവാഹമോചനം വീണ്ടും നടന്നു. ഇപ്പൊ ഇവര് ഈ ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടന്റായ ടിം മൈനറ്റിനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഭർത്താവ് അയാളാണ്. അപ്പോ അന്തിമമായി പിരിഞ്ഞു. ഇനി ഈ എൽമി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഇവര് പലതവണ വിവാഹം ചെയ്യുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആ എൽമി ഇവരുടെ സഹോദരനാണെന്ന് UK ഡെയിലി മെയിൽ പത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവര് തന്നെ ഡെയിലി മെയിലിനോട് പറഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ 700 പേര് സൊമാലിയയിൽ നിന്ന് കുടിയേറി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. സൊമാലിയൻ ക്രിമിനലുകൾ ഇപ്പോൾ തെരുവിൽ അഴിഞ്ഞാടുകയാണെന്നും ട്രംപ് ഈ സ്ത്രീയെ പറ്റി, ഇൽഹാൻ ഒമറിനെ പറ്റി ഈ പരദൂഷണം പറയുമ്പോൾ അതും കൂടി പറഞ്ഞു. അപ്പൊ ഇപ്പോ 3ാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള
ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കുന്നതാണല്ലോ പറഞ്ഞത്. അതെ അതെ. അപ്പൊ ഇതിൽ ഇന്ത്യ ഉണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇല്ല. മൂന്നാം ലോക രാജ്യം എന്ന് പറഞ്ഞാൽ മാഷിനറിയാലോ, മുമ്പ് സോവിയറ്റ് യൂണിയനുമായിട്ട് ശീതയുദ്ധം നടന്ന കാലത്തുള്ള പ്രയോഗമാണ് മൂന്നാം ലോക യുദ്ധം. ഇപ്പോ അതിന് വലിയ പ്രസക്തി ഇല്ല. അതുകൊണ്ട് ജൂണില് 19 രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ 19 രാജ്യങ്ങളെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിനോട് ഈ ഗ്രീൻ കാർഡുകൾ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വ്യക്തിയും ശരിക്കും ആരാണ്, ക്രിമിനൽ ആണോ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻകാരനായ ഒരാൾ, അഫ്ഗാനിൽ നിന്ന് കുടിയേറിയ ആൾ 2 കാർഡുകൾ വെടിവെച്ചു, ഒരാൾ മരിച്ചുപോയി, ആ സ്ത്രീ മരിച്ചുപോയി, മറ്റേ ആളും ഗുരുതരാവസ്ഥയിലാണ്. അപ്പൊ ഇത് കൺട്രി ഓഫ് ഒറിജിൻ, എവിടെ ഒരു മനുഷ്യൻ ജനിച്ചു എന്നുള്ളത് ഒരു വിഷയമായി അമേരിക്കയിൽ വരുന്നു. ഇതിൽ അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, സൊമാലിയ, ലിബിയ, സുഡാൻ, യമൻ, ക്യൂബ, വെനസ്വേല, കുറെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ 19 രാജ്യങ്ങളാണെങ്കിൽ ഇതിൽ ഇന്ത്യ വരില്ല. മൂന്നാം ലോക രാജ്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യയും വരുമായിരുന്നല്ലോ. അപ്പോൾ ഡയറക്ടർ ജോസഫ് എദ്ലോ പറയുന്നത് ഈ രാജ്യം ഈ ജൂണിലെ വിളംബരം അനുസരിച്ചാണെന്നുള്ള അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ സർവീസസിന്റെ ഡയറക്ടർ. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, കോങ്കോ, ഗിനി, എറിട്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ, ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറാലിയോൺ അൻവറിന്റെ സ്ഥലം, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല, ഇതൊക്കെയാണ് ഈ രാജ്യങ്ങളിൽ വരുന്നത് ട്രംപിന്റെ കണക്കിൽ. അതെ, ജൂണിലെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ 19 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോ അതിൻ്റെ അകത്ത് ഇന്ത്യ വരില്ല. ഈ 19 രാജ്യങ്ങളാണ് വരിക. ഇനി ആ കൊടുത്ത ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിച്ചിട്ട് ചിലപ്പോൾ ചില ആളുകളെയും കളയണം എന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ ഈ 19 രാജ്യം വരും. അതെ, ഇതിലിപ്പോ ഒന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഈ അഗ്രസീവ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് സോമാലിയക്കെതിരായിട്ടും, സോമാലിയയിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരി അവിടെ തുടർച്ചയായിട്ട് 3-4 തവണ ജയിക്കുന്ന MP ആയി മാറി. ഡെമോക്രാറ്റുമാണ്, സ്വാഭാവികമായിട്ടും ഡെമോക്രാറ്റ്സിനെതിരെ അദ്ദേഹത്തിന് എന്തും പറയാം, പറഞ്ഞതുപോലെ പിൻവലിക്കുകയും ചെയ്യും. പിന്നെ വേണമെങ്കിൽ ട്രംപ് പറഞ്ഞോട്ടെ എന്ന് നമുക്ക് വെക്കാവുന്നത് അവർ ഇന്ത്യ വിരുദ്ധമാണ്. അപ്പൊ ഈ പറഞ്ഞതിലൊക്കെ ഒരു കാര്യമുണ്ട് സാർ. ഒന്നിപ്പോ സകല കുടിയേറ്റക്കാർക്കും അവരെ അദ്ദേഹത്തിനെതിരാണ്, കറുത്ത വർഗ്ഗക്കാർക്കെതിരാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവര് മുസ്ലിമുമാണ്, ആ നിലയിലുള്ള വിരോധമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വഴി മാത്രമല്ല ഡെമോക്രാറ്റുമാണ്, സർവോപരി ഡെമോക്രാറ്റുമാണ്. ഡെമോക്രാറ്റ്സിന് എതിരെ എന്തും പറയാം, പിന്നെ വഴിവിട്ട് ഒരു യാതൊരു നിലവാരമില്ലാതെ പറയുന്ന രീതിയുണ്ട്. പിന്നെ ഇതിൽ യാഥാർത്ഥ്യം എന്തായിരിക്കും എന്നാലോചിച്ചാൽ പത്രവാർത്തയൊക്കെ വന്ന സ്ഥിതിക്ക് ശരിയായിരിക്കും, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതിലൊന്ന് എനിക്ക് തോന്നുന്നത് സാറിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു വാർത്തയിലുള്ള സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഈ അഭയാർത്ഥികളുടെ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടാൻ. അപ്പൊ അമേരിക്കയിൽ എത്തുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അവിടെ. ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ, ഈ എയർപോർട്ടിലേക്കൊക്കെ തള്ളിക്കയറി ഒരു പയ്യൻ അതിന്റെ ടയറിന്റെ മുകളില് പിടിച്ച് ഇരുന്നിട്ട് അതെ ഭീകരമായിട്ടുണ്ട്. ബ്രിട്ടനിലേക്ക് വന്നില്ലേ? അതെ. അതുപോലെ 100 years ഓഫ് സോളിറ്റ്യൂഡിലാണോ ഒരു ഈ വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഒരു കപ്പലിന്റെ ഡക്കിന്റെ അടിത്തട്ടിൽ ഒളിച്ചു കിടക്കുന്ന ഒരു അഭയാർത്ഥി ഒരു എലിയെ പിടിച്ച് തിന്നുന്നുണ്ട്. എന്തും അങ്ങനെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ആവാം ഇത്. ഒന്ന്, പിന്നെ ഇപ്പോൾ സഹോദരനെങ്കിൽ സഹോദരന്റെ കൂടെ അവിടെ രക്ഷപ്പെട്ട് അമേരിക്കയിൽ എത്താനും അവിടെ കുടിയേറി പാർക്കാനും, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ തന്നെ തുറന്നു പറഞ്ഞത്. വേറൊരു ചെറിയ സാധ്യതയുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, ഒരു പക്ഷേ സാറിന് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ബ്രദർ എന്ന് വിളിക്കുന്ന ഒരുപാട് പേരെ കല്യാണം കഴിക്കാം. ഇപ്പം എനിക്ക് എൻ്റെ എളാപ്പൻ്റെ മക്കളെ, ഫാദറിന്റെ അനിയന്റെയും ചേട്ടന്റെയും മക്കളെ കല്യാണം കഴിക്കാം. എൻ്റെ ഉമ്മാന്റെ അനിയത്തിയുടെയും ചേച്ചിയുടെയും മക്കളെ, അത് നിങ്ങൾക്ക് പാടില്ല അല്ലേ? സ്വന്തം സഹോദരിമാരല്ലേ അവരെ കല്യാണം കഴിക്കാവുന്ന രീതി ഇസ്ലാമിലുണ്ട്. ഒന്ന്, പിന്നെ ഇതിപ്പോ വിചിത്രമായി തോന്നുന്ന സോമാലിയയിൽ ഒരുപാട് വിചിത്രമായ പ്രത്യേകിച്ച് ആചാരങ്ങളുണ്ട്, വിചിത്രമായ ആചാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഷേക്സ്പിയറുടെ വിഖ്യാതമായ കഥാപാത്രമാണല്ലോ ക്ലിയോപാട്ര ടോളമിയുടെ ഭാര്യയാണ്, ടോളമി ബ്രദറാണ്. അപ്പൊ അങ്ങനെയുള്ള വിചിത്രമായ എന്തെങ്കിലും ആചാരങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഒരുപാട് സാധ്യതകൾ അതിനകത്തുണ്ട്. പക്ഷേ ആ സാധ്യതയിൽ ഇപ്പോ ഒരു ട്രംപ് നിലവിട്ട് പ്രയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ എന്താ പറയാ യാതൊരു സംസ്കാരശൂന്യമായ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത
പാർലമെന്റ് അംഗമല്ലേ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അവരെക്കുറിച്ച് എന്തും ഏത് നേരത്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ ട്രംപ് ഉണ്ട് എന്ന് മാത്രമേ ഇതിൽ കാണുന്നു. മാത്രമല്ല ഇതൊക്കെ ആണെങ്കിൽ ഈ അഭയമൊക്കെ ആര് കൊടുത്തതാണ്? അദ്ദേഹത്തിന്റെ നാട് കൊടുത്തതാണല്ലോ അഭയം. നാട് കൊടുത്ത് അഭയം കൊടുത്ത് അവരെ പാർലമെന്റ് MP ആക്കി എന്നൊക്കെ അന്തസ്സോടെ പറയേണ്ടതാണ് സത്യത്തിൽ. എനിക്ക് പിന്നെ ഒരു നിർദ്ദേശമുണ്ട് ട്രംപിന്. എനിക്ക് നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് മാഷ് ട്രംപിനെ കാണുമ്പോൾ പറഞ്ഞാൽ മതി. അതായത് സമയം കിട്ടുമ്പോ ആ ബൈബിൾ പഴയ നിയമം ഒന്ന് വായിക്കും, ആരെയൊക്കെ കല്യാണം കഴിച്ചു. കറക്റ്റാണ്. അത് മാത്രമാണ് ഇപ്പൊ ട്രംപിന് ഉടനെ കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.